ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയില് എനിക്കറിയാം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു തണൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. ഉം. ഐ തിങ്ക് അവിടുന്നാണോ ശരിക്കും ഉമർ ഭായ് ഇവോൾവ് ആവുന്നെ? ഉപ്പയുടെ വേർപാടിന് ശേഷമായിരിക്കോ? അതോ അതിന് മുമ്പും ആ ഒരു ജേർണിയിലായിരുന്നോ നിങ്ങൾ? അല്ല, ഞാൻ ആസ് എൻ ഓണ്ടർപ്രണർ ഞാൻ മുൻപ് ഓണ്ടർപ്രണറാണ്. ലൈക്ക് ഐ ലൈക്ക് എനിക്ക് ഈ ജേണി അറിയാം, ലൈക്ക് സംരംഭകൻ എന്നുള്ള ജേണി അറിയാം. ആ ജേണിയിൽ ലൈക്ക് ഉപ്പാൻ്റെ ഒരുപാട് കാഴ്ചപ്പാടുകളും മറ്റൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദെൻ ലൈഫിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതും അല്ലെങ്കിൽ പണം ഉണ്ടാക്കുക, ബിസിനസ് ചെയ്യുക എന്നുള്ളതൊരു ഭാഗമാണ്. ലൈഫിൻ്റെ ആക്ച്വൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് റെസ്പോൺസിബിളായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളത് വേറെ ഭാഗമാണ്. ഇപ്പോൾ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി മേക്ക് ചെയ്യുക, ബിസിനസ് ചെയ്യുക, അത് നമ്മുടെ ഒരു ഭാഗമാണ്. ഡെഫിനറ്റ്ലി അത് നമ്മുടെ ലൈഫുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്. പക്ഷെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയും പല കാര്യങ്ങളും കൂടിയാണ്. അപ്പോൾ ഐ തിങ്ക് അത് ദാറ്റ് മെയ്ഡ് മീ എ ബെറ്റർ ഇൻഡിവിജ്വൽ. ഇപ്പം ഞാൻ ഉപ്പാനെ കുറിച്ച് പറയുമ്പോഴേ ഇപ്പം എനിക്ക് എൻ്റെ ഉപ്പാനായിട്ട് കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണമെന്നോ എങ്ങനെ പോകണമെന്നോ ഏത് രീതിയിൽ ജീവിക്കണമെന്നോ ഇതൊന്നും എന്നോടും എൻ്റെ ഉപ്പ പറഞ്ഞു തന്നിട്ടില്ല. എനിക്ക് തന്നിരിക്കുന്ന ഗൈഡൻസ് അല്ലെങ്കിൽ എനിക്ക് തന്നിരിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്, ഫ്രീഡം ടു ഡു എനിത്തിങ് യു ലൈക്ക്. അല്ല, അതിൽ എനിക്ക് ഒരു റിലേറ്റബിൾ കാര്യം പറയാനുള്ളത്, എന്നോട് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പുള്ളി കുറച്ച് കാര്യങ്ങളിൽ, ഈവൻ ലൈക്ക് പൈസ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: പൈസ കൊടുക്കാണ്ട് ബസ്സിൽ യാത്ര ചെയ്യരുത്, പൈസ കൊടുക്കാണ്ട് ഭക്ഷണം കഴിക്കരുത്. കാരണം ഇപ്പോഴത്തൊക്കെ ഹോട്ടലിൽ പുള്ളി ഇപ്പോഴല്ല കേട്ടോ, ഇതൊക്കെ പറയുന്നത് ഒരു 15 years 20 years ഒക്കെ ബാക്കാണ്, അടുത്തൊന്നല്ല. അതായത് എനിക്ക് 10 വയസ്സൊക്കെ ഉണ്ടാകുമ്പോൾ ഉള്ള ടൈമിൽ എന്നോട് പറയുന്ന. അപ്പോൾ അന്ന് ഞാൻ ചെറുതായിട്ട് ലൈൻ ബസ്സിലൊക്കെ കയറി, സ്കൂൾ ബസ്സിലല്ലാണ്ട് പോകുന്ന ടൈമാണ്. അപ്പോൾ മൂപ്പര് പറയും, ലൈക്ക് കുട്ടികളുടെ കയ്യിൽ പൈസ വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ ദർ ഈസ് എ ടെൻഡൻസി ലൈക്ക് എന്താ പറയുക, സീറ്റ് കൊടുക്കുന്ന പൈസയാണെങ്കിലും അത് തിരക്കിൻ്റെ ഇടയിൽ കണ്ടക്ടർ കണ്ടിട്ടില്ലെങ്കിൽ അത് പോക്കറ്റിലിടാം എന്നൊക്കെ കരുതുന്ന ഒരു ടൈം ഉണ്ടാവും. അപ്പോൾ പുള്ളി അന്ന് വളരെ സിമ്പിളായിട്ട് പറയുന്നതാണ്: പൈസ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം, ഒരു കാര്യം. രണ്ടാമത്തത്, ഒരിക്കലും ഇതൊന്നും ചെയ്യാണ്ട് പൈസ കൊടുക്കാണ്ട് യാത്ര ചെയ്യരുത്, പൈസ കൊടുക്കാണ്ട് ഭക്ഷണം കഴിക്കരുത്. കാരണം ഇപ്പോഴത്തെ ഹോട്ടലുകളിൽ നമുക്ക് നിർബന്ധം വേണം പൈസ കൊടുക്കണം. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ കഴിച്ചിട്ട് കൊടുക്കാണ്ട് ഇറങ്ങിപ്പോയാൽ പോലും ചില ഹോട്ടലുകളിലൊന്നും ശ്രദ്ധിക്കുക പോലും ഇല്ല. പ്രത്യേകിച്ച് തിരക്കുള്ള ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ അതവിടെ വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ കരുതാം. അപ്പോൾ അവിടെ വാല്യൂസാണത് പുള്ളി പറയുന്നത്, ലൈഫിൽ ഉണ്ടായിരിക്കേണ്ടുന്ന വാല്യൂസാണ്. അതായത് അത് നമുക്ക് പല രീതിയിലെടുക്കാം. പൈസ കൊടുക്കുക എന്ന് പറയുന്നത് വി ആർ താങ്ക്ഫുൾ ഫോർ ദ ഫുഡ്, ആ ഒരു മീനിങ് ഉണ്ടല്ലോ അതിന്. അപ്പോൾ ലൈഫിൽ എന്തിനും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേണമെന്നുള്ള ഒരു ബിഗർ മീനിങ് അതിനുണ്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് പേസ് ഓഫ് ബെറ്റർ.